തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജലി ചേച്ചി, എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ. NDA പ്രത്യേകിച്ച് BJP ഒക്കെ വലിയ ലക്ഷ്യം വെക്കുന്നൊരു മണ്ഡലമാണ്. അങ്ങനൊരു സ്റ്റാർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വരുമ്പോൾ എന്താ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം എത്ര വലിയൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തത്. എല്ലാവിധ സപ്പോർട്ടുകളും എത്രത്തോളം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൊടുത്തിരിക്കും. എന്തുകൊണ്ടാണ് 2023 തിരഞ്ഞെടുത്തത്? അങ്ങനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അത് തേടി പോവുക അങ്ങനെയൊന്നുമല്ല. എന്നെ തേടിയൊരു അവസരം വന്നപ്പം എനിക്കിപ്പോഴത്തെ എൻ്റെ ഈ ഒരു മക്കളൊക്കെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയ അവസരം വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ച് അങ്ങനെ കൂടിയതാണ്, പാർട്ടിയുടെ കൂടെ കൂടിയതാണ്. അല്ലാതെ മറ്റു പാർട്ടിക്കാർ ഇപ്പോൾ NDA ആണെങ്കിലും ശരി 2020 അവർ കാഴ്ചവെക്കുന്ന വികസനങ്ങളും കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാരണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു ആ നാട്ടിലും അതേ വികസനങ്ങളും കാര്യങ്ങളും സന്തോഷവും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചൂസ് ചെയ്തു എന്നുള്ളത്. അതിനായിട്ട് ആ വികസനങ്ങൾ തന്നെയായിരിക്കും തൃപ്പൂണിത്തുറയിലും. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറക്കാർക്ക് എത്രത്തോളം ഉപകാരപ്പെടുമോ അതെല്ലാം മോദിജിയുടെ വികസന പദ്ധതികളിലൂടെ അവർക്കും എത്തിക്കണം, അത് ലഭ്യമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സംഘടനയുടെ തലപ്പത്തൊക്കെ അമ്മയുടെയൊക്കെ തലപ്പത്ത് സജീവമായി ഇടപെട്ട ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മേഖലയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് കൂടുതൽ ഊർജ്ജം പകരുന്നു. തീർച്ചയായിട്ടും പല മേഖലകളിലും പല സംഘടനകളിലും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിലുപരി തൃപ്പൂണിത്തുറയ്ക്ക് പ്രചരണത്തിലും എന്നെ ഒരുപാട് പേര് കൈത്താങ്ങായിട്ടും സഹായിക്കാനും ഒക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രചരണത്തിൽ ഏത് നിലയിലാണ് പ്രചരണരംഗത്തേക്ക് ഇപ്പം ഇവിടെ നിന്ന് നേരെ പ്രചരണത്തിലേക്ക് ഏത് നിലയിലൊക്കെയാണ്? ഇനി ഞങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ അറിഞ്ഞത് തന്നെ കുറച്ച് മുമ്പല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വേണം എന്നുള്ളത് അറിയണം. തൃപ്പൂണിത്തുറ ലോട്ടർമാരോട് പറയുന്നത് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.